ഹായ് ഓൾ വെൽക്കം ബാക്ക്. സുഭാഷ് കെ രാജ് എന്ന ഡെബ്യൂ ഡയറക്ടർ സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. കിഡിലൻ സിനിമ, നല്ല വെൽ റിട്ടേൺ ആയിട്ടുള്ള വെൽ മെയ്ഡ് ആയിട്ടുള്ള ഒരു ഗംഭീര തിയേറ്റർ സ്റ്റഫാണ് ഈ സിനിമ. ആക്ഷൻ മൂവി ലവേഴ്സ് ഒന്നും ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യരുത്. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ. സോ ഈ ഒരു സിനിമയുടെ കഥ നോക്കിക്കഴിഞ്ഞാൽ കരാട്ടയിലൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയും അതുപോലെ ഒരു കോർപ്പറേറ്റ് കമ്പനിയും തമ്മിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ് ഈ ഒരു സിനിമയിൽ പ്രധാനമായിട്ടും കാണിക്കുന്നത്. പിന്നെ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ആക്ഷൻ സീൻസ് ആണ്. ഒരുപാട് ആക്ഷൻ രംഗങ്ങളുണ്ട് ഈ ഒരു സിനിമയിൽ. അതെല്ലാം നല്ല ഗംഭീരമായിട്ട് കാണുന്ന നമുക്ക് നല്ല ത്രില്ലായിട്ട് കണ്ടിരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. കിഡിലായിരുന്നു ആക്ഷൻ സീൻസ് ഒക്കെ. പിന്നെ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു അടുത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്തെ കാസ്റ്റിംഗ് ആണ്. ആക്ഷൻ കിങ് അർജുൻ, ഞാൻ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. പുള്ളി ആക്ഷൻ സീൻസിലെല്ലാം നല്ല ഗംഭീരമായിരുന്നു. കിഡിലൻ സ്ക്രീൻ പ്രസൻസും ഓറയും എല്ലാം നമുക്ക് തോന്നുന്ന ഒരു പെർഫോമൻസ്. പിന്നെ എടുത്തു പറയാനുള്ളത് അഭിരാമിയും അതുപോലെ പ്രീതി മുകുന്ദനാണ്. എസ്പെഷ്യലി പ്രീതി മുകുന്ദൻ ആക്ഷൻ സീൻസിലൊക്കെ ഞെട്ടിച്ചു കളഞ്ഞു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇത്തരത്തിലൊരു റോളിൽ വരുന്ന കാര്യമൊന്നും. കിഡിലനായിരുന്നു. പിന്നെ ഈ ഒരു സിനിമ ടെക്നിക്കലി ഭയങ്കര സ്ട്രോങ് ആണ്. ഇതിന്റെ സിനിമാറ്റോഗ്രഫി ആയാലും എഡിറ്റിംഗ് ആയാലും അതുപോലെ മ്യൂസിക് ചെയ്തിരിക്കുന്ന രവി ബസൂർ ആണ്. പുള്ളിയും നല്ല ഡീസന്റ് ഒരു വർക്കാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. സോ ആസ് എ ഹോൾ പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്യേണ്ട ഒരു ഗംഭീര ആക്ഷൻ മൂവിയാണ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ തമിഴ് സിനിമ. സോ ഈ ഒരു സിനിമ കഴിഞ്ഞ ദിവസമാണ് റിലീസ് ആയത്. അപ്പം കുറെ സെന്റേഴ്സിലൊന്നും റിലീസ് ആയിട്ടില്ലായിരുന്നു. ഇപ്പം ഇതിന് കിട്ടുന്ന ഒരു പോസിറ്റീവ് റെസ്പോൺസ് കാരണം കേരളത്തിൽ ഷോസ് ഒക്കെ ആഡായി വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കാണാത്തവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.